ഫലസ്തീൻ ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ഇന്ത്യൻ സമയം 12 മണിയോടെ പ്രാബല്യത്തിൽ വന്നു. കരാർ വ്യവസ്ഥ പ്രകാരം 3 ബന്ദികളെ ഇന്ന് മോചിപ്പിക്കും. പകരമായി 100 ഫലസ്തീൻ തടവുകാർ മോചിക്കപ്പെടുകയും ചെയ്യും. ചരിത്രത്തിലെ ഏറ്റവും ദാരുണമായിരിക്കുന്ന ആക്രമവും യുദ്ധവും കെടുതിയും കണ്ട ഒരു യുദ്ധമായിരുന്നു ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധം. സർവ്വവിധ ശക്തി ഉപയോഗിച്ചുകൊണ്ടും ഫലസ്തീനെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമം 15 മാസമായി ഇസ്രായേൽ തുടരുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയും സൈനിക ബലവും ആയുധങ്ങളും ഉപയോഗിച്ചുകൊണ്ട് നിരായുധരാക്കപ്പെട്ട ഫലസ്തീനികൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ക്രൂരമായ ആക്രമണ പരമ്പരകളിലും ഇസ്രായേലിന് ജയിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അവർ ഫലസ്തീനികൾക്ക് മുമ്പിൽ ആയുധം വെച്ച് കീഴടങ്ങുന്ന വളരെ പ്രാധാന്യവും കൗതുകരവുമായിരിക്കുന്ന രംഗമാണ് ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതിൻ്റെ കരാർ വ്യവസ്ഥയുടെ ഭാഗങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് സംസാരിച്ചിട്ട് പോകാം. 42 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ആദ്യഘട്ടത്തിലെ കരാർ വ്യവസ്ഥയിൽ പറയുന്നത്. ഈ ഘട്ടത്തിൽ 33 ബന്ദികളെ മോചിപ്പിക്കും. യഥാർത്ഥത്തിൽ ബന്ദികൾ എവിടെയെന്നോ എങ്ങനെയാണ് അവരെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതോ എന്നതിനെക്കുറിച്ച് യാതൊരു ഐഡിയയും ഇപ്പോഴും ഇസ്രായേലില്ല. ഗസ എന്ന് പറയുന്ന പ്രദേശത്തിന്റെ സർവ്വ മേഖലയും തുരന്നു നോക്കിയും വലിയ അത്യാധുനിക ആയുധങ്ങൾ വെച്ച് പരിശോധന നടത്തിയിട്ടും കണ്ടെത്താൻ സാധിക്കാത്ത ഈ ബന്ദികൾ സാധാരണഗതിയിൽ കഴിഞ്ഞ കരാർ വ്യവസ്ഥ പ്രകാരം മധ്യ ഗസയുടെ ഭാഗങ്ങളിൽ നിന്ന് മുളച്ചു പൊന്തുന്ന രീതിയിൽ, ഉയർന്നു പൊന്തുന്ന രീതിയിലാണ് സാധാരണ പ്രത്യക്ഷപ്പെടാറുള്ളത്. ആ മേഖലയിൽ സൈനികർ ഉണ്ടാവാറുണ്ട് എന്നുള്ളതുമാണ്. സൈനികർക്കിടയിലൂടെ ഏകദേശം 15-20 മീറ്ററൊക്കെ അകത്തിൽ നിന്നാണ് ഫലസ്തീൻ ഹമാസ് പിടിച്ചു വെച്ച ബന്ദികളെ അവർ മോചിപ്പിക്കാറുള്ളത്. ഈ അത്ഭുതം കാണാൻ വേണ്ടി ലോകം ആകാംക്ഷയോട് കൂടി കാത്തു നിൽക്കുന്ന ദിവസം കൂടിയാണിന്ന്. ഇതിന്റെ കരാർ വ്യവസ്ഥ പ്രകാരം ഗസ സിറ്റിയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറി തുടങ്ങും. ജനവാസ കേന്ദ്രങ്ങളെക്കുറിച്ചാണ് കൃത്യമായ രീതിയിൽ പറയുന്നത്. വടക്കൻ ഗസയിലേക്ക് ഫലസ്തീനികൾക്ക് മടങ്ങാനുള്ള അവകാശം ഉണ്ടാവും. അപ്പോൾ ആദ്യഘട്ടത്തിലൊന്നും വടക്കൻ ഗസയിലേക്ക് തിരിച്ചുപോക്കുണ്ടാവില്ല എന്നുള്ളതും സൈനിക പിന്മാറ്റവും ഈ കാലയളവ് വരെ ഇസ്രായേൽ എതിർത്തതായിരുന്നു. എന്നാൽ കരാർ വ്യവസ്ഥ പൂർണ്ണമാവണമെങ്കിൽ ഫലസ്തീൻ മുന്നോട്ട് വെച്ച വ്യവസ്ഥാപിതമായിരിക്കുന്ന കാര്യങ്ങൾ അംഗീകരിക്കാതെ രക്ഷയില്ല എന്ന് തോന്നിയതോടുകൂടി ഇസ്രായേൽ അത് സമ്മതിക്കുകയായിരുന്നു. പിന്നീടുള്ളത് റഫ അതിർത്തിയിൽ നിന്ന് സൈന്യം പിന്മാറി തുടങ്ങും. റഫ അതിർത്തി എന്ന് പറയുന്ന സമയത്ത് ഗസയുടെയും ഈജിപ്തിന്റെയും അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശമാണ്. ഈ മേഖലയിൽ വലിയ രീതിയിലുള്ള ബാരിക്കേഡ് വെച്ചത് കൊണ്ടാണ് ഫലസ്തീനികൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഗസക്കാർക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ, ടക്കറുകളൊക്കെ അവിടെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് നിർത്താനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം ഈ മേഖല ഇസ്രായേൽ സൈന്യം കീഴടക്കി എന്നുള്ളത് കൊണ്ടാണ്. അവരുടെ വലിയ സൈനിക ബാരിക്കേഡ് വെച്ചുകൊണ്ട് ഗസകകത്തേക്ക് മറ്റു രാജ്യക്കാർ നൽകുന്ന സഹായങ്ങളൊക്കെ അവർ തടഞ്ഞു വെക്കുന്നു. ഈ മേഖലയിൽ നിന്ന് അവർ ഈ കരാർ വ്യവസ്ഥ പ്രകാരം പിന്മാറും. അങ്ങനെ പിന്മാറുന്നതോടുകൂടി 60 ട്രക്കുകളെങ്കിലും ഗസയിലേക്ക് നിത്യേന സഹായത്തിനെത്തുന്ന രീതിയിലുള്ള സംവിധാനം ഉണ്ടാവും. അത് കഴിഞ്ഞ പ്രാവശ്യത്തെയൊക്കെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് വളരെ കൂടുതലാണ്. കരാർ വ്യവസ്ഥ പാലിക്കാൻ തയ്യാറാണെന്ന് ഇസ്രായേലിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് പ്രതിനിധി തന്നെ അത് സമ്മതിക്കുകയും ചെയ്തു. പിന്നെ അടുത്തത് പറയുന്നത് ഫിലാഡൽഫി ഇടനായിൽ നിന്ന് ഉള്ള പിന്മാറ്റമാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഫിലാഡൽഫി ഇടനായി എന്ന് പറഞ്ഞാൽ ഈജിപ്തും ഗസയുമായി മാത്രം അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ്. അതിൽ ഭൂമിയുടെ അതിർത്തി പങ്കിടുന്നതിൽ ഈജിപ്തിന് അവിടെ അതിർത്തി പ്രദേശങ്ങളില്ല. എന്നാൽ യുദ്ധം തുടങ്ങിയതോടുകൂടി ഈ മേഖലയിലൂടെ ഈജിപ്തിൽ നിന്ന് നുഴഞ്ഞുകയറ്റം ഗസയിലേക്ക് ഉണ്ടാകുന്നു എന്നും ഇവിടെ നിന്നാണ് ആയുധ കൈമാറ്റങ്ങളും മറ്റും നടക്കുന്നത് എന്നൊക്കെ ആരോപിച്ചുകൊണ്ടാണ് ഇസ്രായേൽ സൈന്യം ഫിലാഡൽഫി ഇടനായി കീഴടക്കിയത്. ഈ മേഖലയിൽ നിന്ന് തങ്ങൾ പിന്മാറില്ലെന്ന് ആദ്യഘട്ടത്തിൽ തന്നെ ഇസ്രായേൽ സൈന്യം പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ ഈ മേഖലയിൽ നിന്നുള്ള പിന്മാറ്റം അവരിപ്പോൾ സമ്മതിച്ചിരിക്കുകയാണ്. 16 ദിവസത്തിന് ശേഷം പിന്നീട് രണ്ടാം ഘട്ടം 2-3 ഘട്ടത്തെക്കുറിച്ചുള്ള ചർച്ച വരും. ആദ്യത്തെ ഓരോരോ ഘട്ടവും കൃത്യമായ രീതിയിൽ തന്നെ പരാമർശിച്ചുകൊണ്ട് തന്നെയാണ് 2 കൂട്ടരും ഇതിന് കരാർ അംഗീകാരം നൽകിയത്.
2-3 ഘട്ടം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഘട്ടത്തിൽ മുഴുവൻ ബന്ദികളെ മോചിപ്പിക്കുകയും തത്തുല്യമായ രീതിയിൽ ഫലസ്തീനി തടവുകാരെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യും. 1000-ഓ അതിൽ കൂടുതലോ ഫലസ്തീൻ തടവുകാരൻ മോചിക്കപ്പെടുന്നതാണ് ഈ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത്. ആ രണ്ടാമത്തെ ഘട്ടത്തിൽ പൂർണ്ണമായിരിക്കുന്ന സൈനിക പിന്മാറ്റം ഉണ്ടാവും. ഗസയുടെ പ്രദേശങ്ങളിൽ പിന്നീട് ഇസ്രായേൽ സൈനികർ ഉണ്ടാവില്ല. അടുത്ത ഘട്ടം എന്ന് പറയുന്നത് 3-ാം ഘട്ടമാണ്. ഗസയുടെ പുനർനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. ആ പുനർനിർമ്മാണത്തിൽ മറ്റ് രാഷ്ട്രങ്ങളൊക്കെ ഏകോപനത്തോടു കൂടി വലിയ രീതിയിലുള്ള സാമ്പത്തികം മുടക്കിയിട്ട് ആ ദേശത്തെ പുനഃസൃഷ്ടിക്കുകയാണ് ചെയ്യുക. അവിടെ കൃത്യമായ രീതിയിൽ ആശുപത്രിയുടെയും വിദ്യാഭ്യാസ സമുച്ചയത്തിൻ്റെയും താമസത്തിൻ്റെയും ഈ മദ്രസ സ്കൂൾ പോലെയുള്ള മതസ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെയൊക്കെ ഒരുപാട് കുറവുകളുണ്ട്. ഏകദേശം 80% ഉയർന്നു നിൽക്കുന്ന ബിൽഡിങ്ങുകൾ ഇസ്രായേൽ തകർത്തിട്ടുണ്ട് എന്നാണ് അനുമാനം. ഇതിനെ പുനർനിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക മുടക്കും കാലദൈർഘ്യവും ഉണ്ടാവും എന്നുകൂടി ഇവർ കണക്കൂട്ടും. അതിനനുസരിച്ചിട്ട് എന്ത് നീക്കകാര്യങ്ങൾ ചെയ്യും എന്നതിനെക്കുറിച്ചുള്ള ഒരു രൂപം ഈ പറയപ്പെട്ട 16 ദിവസത്തിന് ശേഷമുള്ള ചർച്ചയോടനുബന്ധിച്ചിട്ട് ഉണ്ടാവും. ഇതിലിപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ഘട്ടത്തിലെല്ലാം യഥാർത്ഥത്തിൽ സമ്പൂർണമായിരിക്കുന്ന പരാജയം അംഗീകരിക്കുന്ന ഒരു കരാർ പത്രം കൂടിയാണ്. എന്താണോ പലസ്തീൻ മുന്നോട്ട് വെച്ചത് അത് അപ്പാടി അംഗീകരിക്കേണ്ട രീതിയാണ്. അവർ പറഞ്ഞത് ഫിലാഡൽഫിയിൽ നിന്ന് പിന്മാറണം, ഗസയിൽ നിന്ന് സൈനിക പിന്മാറ്റം ഉണ്ടാവണം, ഗസക്കകത്ത് തെക്കുന്ന് വടക്കോട്ടോ വടക്കുന്ന് തെക്കോട്ടോ ഒരു ഫലസ്തീനികൾക്ക് പോകാനുണ്ടെങ്കിൽ അതിന്റെ അധികാര പരിധി നിയന്ത്രിക്കാൻ വേണ്ടി ഇസ്രായേലിന് സാധിക്കുകയില്ല. അങ്ങനെ തുടങ്ങിയിരിക്കുന്ന കരാർ വ്യവസ്ഥകൾ, ആ വ്യവസ്ഥ പൂർണ്ണമായിട്ട് പാലിക്കേണ്ട ഒരു പരിതസ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദൈർഘ്യമുള്ള യുദ്ധം പരീക്ഷിച്ചിട്ട് ഒരു പരിചയമില്ല. അവരുടെ യുദ്ധം വളരെ പൊടുന്നനെയും വളരെ പെട്ടെന്നും തീരുമാനിച്ച സമയത്തിന് മുൻപേ ആക്രമിച്ചുകൊണ്ട് ശത്രുവിനെ പരാജയപ്പെടുത്തുന്ന തന്ത്രങ്ങൾ ഉപയോഗിക്കുന്ന വിഭാഗവുമാണ് ഇസ്രായേലിയർ. 1948 യുദ്ധവും 67 യുദ്ധമൊക്കെ അതിന് അനുബന്ധമായ രീതി ലോകം കണ്ടതാണ്. 6 രാജ്യങ്ങളോട് ഒരേ സമയത്ത് യുദ്ധം ചെയ്ത് വളരെ പെട്ടെന്ന് ആ യുദ്ധത്തിൽ വിജയമുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സാധിച്ചു എന്ന് മാത്രമല്ല 60% ഇസ്രായേലി പൗരന്മാർ അറിയ പോലും ചെയ്യാതെയാണ് ഈ 6 രാജ്യങ്ങളെ ഇസ്രായേൽ കീഴ്പ്പെടുത്തിയത് എന്ന് പിന്നീട് പറയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ലോകോത്തര നിലവാരത്തിലേക്ക് ഇസ്രായേൽ ഉയർന്നു പൊങ്ങിയത് 1967 അറബ് ഇസ്രായേൽ യുദ്ധത്തിൽ അവർക്കുണ്ടായിരിക്കുന്ന വിജയമാണ്. അങ്ങനെ ശക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും സമ്പത്ത് കൊണ്ടും അധികാരം കൊണ്ടും ഈ രാജ്യങ്ങളെ കീഴ്പ്പെടുത്താൻ സാധിച്ച ഇസ്രായേൽ ഹീറോ ആയി ലോകത്തിന് മുൻപിൽ നിൽക്കുന്നതിനിടയിലാണ് 2023 ഒക്ടോബർ 7 ഹമാസിന്റെ ആക്രമണം ഉണ്ടാകുന്നത്. അതോടുകൂടി എല്ലാം തല കുത്തനെ വീണു, എല്ലാം വീണുടഞ്ഞു. അവരുടെ ശക്തിയും അവരുടെ തന്ത്രങ്ങളും അവരുടെ യുദ്ധമുറകളും പരാജയപ്പെട്ടു. യുദ്ധത്തെ നയിക്കുന്ന കാര്യത്തിൽ അവർക്കുണ്ടായിരിക്കുന്ന കൗശലപരമായിരിക്കുന്ന നീക്കങ്ങളും ഫലസ്തീന് മുമ്പിൽ തോറ്റുപോയി അല്ലെ പരാജയപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വളരെ എളുപ്പത്തിൽ ഫലസ്തീനെ കീഴടക്കാൻ സാധിക്കും എന്ന് അവർ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ഞങ്ങൾക്ക് അത്രയൊന്നും കാലതാമസം വേണ്ടി വന്നില്ല. കൂടി വന്നാൽ ഒരാഴ്ച, വളരെ കൂടുകയാണെങ്കിൽ 15 ദിവസം. അതോടുകൂടി തങ്ങൾക്കെതിരെ പോരാടുന്ന ശത്രു വിഭാഗത്തെ അല്ലെങ്കിൽ ഭീകര വിഭാഗത്തെ ഇല്ലാതാക്കും, ബന്ദികളെ മോചിപ്പിക്കും, രാജ്യത്തേക്ക് ഒരു അക്രമം പുതിയത് ഇല്ലാത്ത സ്ഥിതികൾ വരും, ഹമാസിന് ഇനി ഗസ ഭരിക്കാൻ പറ്റാത്ത സംവിധാനങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ തങ്ങളും തങ്ങളുടെ രാജ്യവും തങ്ങളുടെ സംവിധാനവും പൂർണ്ണമായിരിക്കുന്ന സ്വതന്ത്രമായിരിക്കുന്ന സംവിധാനത്തിലേക്ക് എത്താൻ തങ്ങൾക്ക് കൂടി വന്നാൽ ആവശ്യം 15 ദിവസമാണ്. ഒരു വർഷവും 4 മാസത്തോളമായിട്ടും അവർക്ക് ഈ യുദ്ധത്തിൽ വിജയിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഒരു തന്ത്രവും അവർക്ക് ഫലസ്തീന് മുമ്പിൽ അവർക്ക് വിജയിച്ചെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ന് ലോകത്തിന് മുൻപിൽ ഇസ്രായേൽ അങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു പരിസ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അങ്ങനെ ഇന്നത്തെ ദിവസത്തിന് വേണ്ടി ലോകം ഒരുപാട് ആശിച്ചിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഇസ്രായേലിൽ തന്നെയാണ്. അതിൻ്റെ കാര്യം 1.5 വർഷത്തോളം 15 മാസത്തോളം പലസ്തീൻ്റെ കൈവശത്തിലുണ്ടായിരുന്ന ബന്ദികൾ മടങ്ങി വരുന്ന ഒരു വല്ലാത്ത കൗതുകരവും സന്തോഷകരമായിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. മാത്രമല്ല യുദ്ധത്തിന് വിരാമം ഉണ്ടാവുകയാണെങ്കിൽ തങ്ങൾ സുരക്ഷിതരാണ് എന്നുള്ളൊരു ബോധ്യം ഇസ്രായേൽ ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രത്യേക സാഹചര്യങ്ങളും യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രണ്ടാമത്തെ ഘട്ടവുമായിട്ട് വരുന്ന സമയത്ത് ഇനി പുതിയതായിരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ ഉണ്ടാകുമോ എന്നുകൂടി
ലോകം ഇപ്പോൾ ആകാംക്ഷയോടുകൂടി നോക്കി നിൽക്കുകയാണ്.